ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല പഞ്ഞി പോലുള്ള കൽത്തപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഒരു കപ്പരി നമുക്ക് കുതിർക്കാൻ വെക്കാം. 4 മണിക്കൂർ കുതിർത്താം. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സ്പൂൺ ചോറിട്ട് കൊടുക്കാം. 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അരിക്കൊപ്പം തന്നെ വെള്ളവും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഞാനിവിടെ 5 കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരപ്പാനി റെഡിയായി. അരച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂൺ അപ്പക്കാരം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും തേങ്ങക്കൊത്തും കൂടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇനി ഇതിലേക്ക് നമുക്ക് അരിമാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കൽത്തപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പ ഇവിടെ തയ്യാറായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.